അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിന്റെ ഉമ്മറത്ത് കലി തുള്ളി നിൽക്കുമായിരിക്കും. ഇത്രയും നാളും ഒളിച്ചു കളിച്ച നാഗേന്ദ്രന്റെ കള്ളത്തരികളെല്ലാം തന്നെ കയ്യോടെ പിടികൂടുന്നതിന്റെ രൗദ്രഭാവം മുത്തശ്ശന്റെ മുഖത്തുണ്ട്. ആ അമേരിക്കൻ കമ്പനിയുടെ വലിയൊരു ഓർഡർ നേടിയെടുക്കാൻ വേണ്ടി ആദർശ് മുംബൈയിലേക്ക് പോയതായിരുന്നു. എങ്ങനെയെങ്കിലും ആ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ എത്തിക്കണമെന്ന വാശിയോടുകൂടിയാണ് അവൻ ഇറങ്ങിയത്. യാത്ര തിരിക്കും മുൻപേ മുത്തശ്ശൻ അവനെ ഓർമ്മിപ്പിച്ചതാണ്, മക്കളെ, ഏൻ ജ്വല്ലറിക്കാർ അവിടെ കാണും, അവിടെ നമുക്ക് ശത്രുക്കളായിട്ട് അവർ തന്നെ മുന്നിലുണ്ടാകുമെന്ന്. എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം മുത്തശ്ശ എന്ന് വാക്കും കൊടുത്തു പോയതാണ് അവൻ. പക്ഷേ മുംബൈയിൽ കാലുകുത്തിയതും ആദർശിനെ കാത്തിരുന്നത് വലിയൊരു ചതിയായിരുന്നു. അത് വെറും ഒരു അപകടമായിരുന്നില്ല, മറിച്ച് ഏൻ ജ്വല്ലറിയുടെ മുതലാളിയായിട്ടുള്ള നാഗേന്ദ്രൻ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ നാടകമായിരുന്നു അത്. ആദർശിനെ അവിടെ തടഞ്ഞു വെക്കുക, അതുവഴി ആ പ്രോജക്റ്റ് തട്ടിയെടുക്കുക. ഒടുവിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു. ആദർശിനെ കുറിച്ച് ഒരു വിവരവുമില്ലാതെയായി. പ്രോജക്റ്റ് AN ജ്വല്ലറിക്കാർക്ക് ലഭിച്ചു. ഇതിനൊക്കെ ഇടയിൽ കളിച്ചത് അവന്തികയാണെന്ന് മുത്തശ്ശൻ മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം അവൾ നാഗേന്ദ്രനുമായി ഫോണിൽ സംസാരിക്കുന്നത് മുത്തശ്ശൻ കേൾക്കാൻ ഇടവന്നു. പിന്നെ ഒട്ടും വൈകിയില്ല, അവന്തികയും വലിച്ച് നാഗേന്ദ്രന്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ് മുത്തശ്ശൻ. പഴയ പകയും വൈരാഗ്യവും എല്ലാം മനസ്സിലിട്ടുകൊണ്ട് അദ്ദേഹം അങ്ങ് ആക്രോശിച്ചു. എടാ, ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നീ വീണ്ടും അവതരിച്ചതാണല്ലേ? ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതിപ്പോ നീയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി എന്റെ കുടുംബത്തിലെങ്ങാനും കയറി കളിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് നാഗേന്ദ്രനെ തൂക്കിയെടുത്ത് നിലത്തടിക്കാൻ തയ്യാറായി നിൽക്കായിരുന്നു മുത്തശ്ശൻ. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മമ്പൻ ട്വിസ്റ്റ് തന്നെയാട്ടോ പത്തരമാറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. മുംബൈ യാത്രയ്ക്ക് മുൻപ് തന്നെ ആദർശും മുത്തശ്ശനും കൂടി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്. നമ്മൾ ഈ പ്രോജക്റ്റ് നേടിയെടുത്തിരിക്കും മുത്തശ്ശ എന്ന് ആദർശിന്റെ സ്വരത്തിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കൂടെ ജയനും അജയനുമെല്ലാം തന്നെ അതിനെ അനുകൂലിച്ചു. ശരിയാണ്, അത് നമുക്ക് നേടണം, അല്ലാതെ പറ്റില്ല. അപ്പോഴും മുത്തശ്ശനൊരു സംശയം ബാക്കി. തീർത്ത് ആ ഡേവിഡിന് നമ്മളോട് ഇങ്ങനൊരു ശത്രുത വരേണ്ട കാര്യമില്ലല്ലോ. അയാൾക്ക് സ്വർണ്ണ കച്ചവടത്തിൽ എന്ത് മുൻപരിചയമാണുള്ളത്? എനിക്ക് അയാളെ അറിയില്ല, അയാൾക്ക് എന്നെയും അറിയില്ല. പിന്നെ എന്തിനാണ് നമ്മളോട് ഇത്രയും പക? നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ പിന്നിൽ നമ്മളെ നന്നായി അറിയാവുന്ന ആരോ ഉണ്ട്. നമ്മളോട് പകയുള്ള ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ ആ ഒരു സംശയം ജയനും അജയനും ശരിവെച്ചു. അതേ മുത്തശ്ശ, അതാരാണെന്ന് നമുക്ക് കണ്ടെത്തണമെന്ന് ഒടുവിൽ ആദർശ് പറഞ്ഞു. ആദർശിന് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ മുത്തശ്ശൻ അവനെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ്. ആ അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. സ്വർണവും ഡയമണ്ടൊക്കെയുള്ള അതിന്റെ ഗുണനിലവാരം നോക്കി മാത്രം അവർ സ്വീകരിക്കുന്ന വലിയൊരു ഡീലാണത്. മൂർത്തി ജ്വല്ലറിയുടെ മാത്രമല്ല, ഇന്ത്യയിലെ പല പ്രമുഖ ജ്വല്ലറികളും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും മൂർത്തി ജ്വല്ലറിയെ വെല്ലുവിളിക്കാൻ ആരുമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ എത്ര പരസ്യം കൊടുത്താലും നമ്മുടെ സ്വർണത്തിന്റെ പരിശുദ്ധി അത് വേറെ തന്നെയാണ്. കലർപ്പില്ലാത്ത സ്വർണം നൽകുന്ന നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ കൈമുതൽ. മുത്തശ്ശൻ ആദർശിനെ ഓർമ്മിപ്പിച്ചു. ഇത് നഷ്ടപ്പെടുത്താൻ ശത്രുക്കൾ നോക്കും, പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഇത് കോടികളുടെ ലാഭത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് മോനെ. നമ്മളെ തകർക്കാൻ നടക്കുന്ന ആ AN ജ്വല്ലറിക്കാർക്ക് ഈ ഒരു കൊട്ടേഷൻ കിട്ടാൻ ഒരിക്കലും പാടില്ല. ആദർശ് തലയാട്ടിക്കൊണ്ട് പറയുന്നത് ശരി മുത്തശ്ശ, ഞാൻ എല്ലാം നോക്കിക്കോളാം. ദുബായിലെ കേസിൽ നിനക്ക് ചില വീഴ്ചകൾ പറ്റി, അതിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതിൽ നിനക്ക് ഒരബദ്ധം പോലും പറ്റിപ്പോവരുത് ആദർശേ. മുത്തശ്ശന്റെ വാക്കുകളിൽ കരുതലുണ്ട്. ഇല്ല മുത്തശ്ശ, മുത്തശ്ശൻ ഇരുന്ന കാലത്തോ ഞാൻ ഇരുന്ന കാലത്തോ ആരും നമ്മളോട് ഇങ്ങനൊരു ശത്രുതയൊന്നും കാണിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട്, ഞാനത് ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. അങ്ങനെ മുംബൈ യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആദർശ് പോയി കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് മൂർത്തി ജ്വല്ലറിക്ക് തന്നെ കിട്ടുമെന്ന് മുത്തശ്ശന് ഉറപ്പായിരുന്നു. ചതിയിലൂടെ അത് ആരും നേടിയെടുക്കരുത്. നമ്മുടെ സ്വർണത്തിന്റെ പവിത്രത അവർക്കറിയാം. അത് ബോധ്യപ്പെട്ടാൽ അവർ വേറൊരു ജ്വല്ലറിക്കാരെയും പരിഗണിക്കില്ല. ജയനോടും അജയനോടും മുത്തശ്ശൻ പറയുന്നത് നമ്മുടെയൊക്കെ ശത്രുക്കൾ ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്, സൂക്ഷിക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞ് അവരും ജാഗ്രത പാലിക്കും. ഇതേസമയം ജ്വല്ലറിയിൽ വെച്ച് ഈ വിവരങ്ങളെല്ലാം തന്നെ അവന്തിക ചോർത്തുന്നുണ്ടായിരുന്നു. ആദർശ് അവന്തികയോട് പറഞ്ഞു, ഞാൻ കുറച്ചു ദിവസത്തേക്ക് മുംബൈയിലേക്ക് പോവാണ്. ആ കൊട്ടേഷൻ നമുക്ക് തന്നെ കിട്ടണം അവന്തിക. നമ്മുടെ ജ്വല്ലറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ്. ഓഹരിയൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആകെ തകർന്നു പോവും. ഇതെല്ലാം കേട്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് തന്നെ അവന്തിക കണക്ക് കൂട്ടി. പോയിട്ട് വായോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ അച്ഛൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ. AN ജ്വല്ലറി നിങ്ങളെക്കാൾ കുറഞ്ഞ തുകക്ക് കൊട്ടേഷൻ വെച്ച് ഇതൊക്കെ പിടിച്ചെടുക്കും. അവൾ വേഗം തന്നെ അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അച്ഛാ, മൂർത്തി ജ്വല്ലറിയിൽ വെച്ചിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കുറച്ച് വേണം നമ്മൾ വെക്കാൻ. ആദർശ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം കാണിച്ച് ഒപ്പിടാനാണ് പ്ലാന്. മറുതലക്കൽ നാഗേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് ശരിയാണ് മോളെ, നമ്മൾ അവരെക്കാൾ കുറഞ്ഞ തുകയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ജ്വല്ലറിക്ക് പാരമ്പര്യമില്ല. ബിനാമിയായ ഡേവിഡിനെ വെച്ചാണ് കളി.
നമ്മുടെ സ്വർണത്തിന് അവൻ്റെ സ്വർണത്തിൻ്റെ പരിശുദ്ധിയുമില്ല. മൂർത്തി ജ്വല്ലറിയുടെ ആ ഒരു പാരമ്പര്യവും ഗുണനിലവാരവും ആ അമേരിക്കൻ കമ്പനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർക്ക് തന്നെ കിട്ടാനാണ് സാധ്യത എന്ന് പറയും. അന്നേരം അവന്തികക്ക് വല്ലാതാവാണ്. അതെങ്ങനെ ശരിയാവും അച്ഛാ? അത് അവർക്ക് കിട്ടാൻ പാടില്ല. നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? എന്ത് ചതിയിലൂടെ ആണെങ്കിലും അത് നമുക്ക് നേടിയെടുക്കണം. അവന്തിക വാശി പിടിച്ചു. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ആദർശ് അവിടെ നിന്ന് പുറപ്പെടുകയാണല്ലേ? അവൻ അവിടെ എത്തിയിട്ട് ആ ഒരു കോൺട്രാക്ട് ഒരിക്കലും സൈൻ ചെയ്യാതിരുന്നാ പോരെ? അവൻ മുംബൈയിൽ എത്താതിരുന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ഛൻ കളിക്കാൻ പോകുന്ന കളിയൊക്കെ നീ കണ്ടോ? ഈ കോൺട്രാക്ട് നമ്മൾ തന്നെ നേടിയെടുക്കും. നാഗേന്ദ്രന്റെ വാക്കുകളിൽ ക്രൂരത നിറഞ്ഞു. അവന്തികക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായിരുന്നു. വീട്ടിൽ ആദർശ് യാത്ര പറയാൻ നയനയുടെ അടുത്തേക്കെത്തി. നയനെ, ഞാൻ ഉടനെ തന്നെ മുംബൈയിലേക്ക് പോവാണ്. നയനയുടെ മുഖം മങ്ങി. എൻ്റെ ആദർശേട്ട, എന്താ ഇത്? അന്ന് ദുബായിലേക്ക് പോയിട്ട് ഉണ്ടായ അപകടം ഓർത്തിട്ടുതന്നെ എനിക്ക് പേടിയാവുന്നു. ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമല്ലോ. ഇനി എന്നെക്കൊണ്ട് അതൊന്നും സഹിക്കാൻ പറ്റില്ല. ഈ യാത്ര വേണ്ടെന്ന് വെച്ചൂടെ എന്ന് നയന ചോദിക്കും. വേറെ ആരെങ്കിലും പോയാൽ പോരെ? അവൾ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. അതെങ്ങനെ ശരിയാവും നയനെ? മുത്തശ്ശൻ ഏൽപ്പിച്ച കാര്യമാണിത്. ഞാൻ തന്നെ നേരിട്ട് പോകണം. നമ്മുടെ ജ്വല്ലറി തകർച്ചയുടെ വക്കിലാണ്. ജ്വല്ലറിക്കാർ നമ്മളെ താഴെ ഇറക്കാൻ വേണ്ടി നോക്കാണ്. ഇതൊരു പിടിച്ചു നിൽപ്പാണ്. ആ കോൺട്രാക്ട് കിട്ടിയേ തീരൂ. ആദർശ് അവളെ സമാധാനിപ്പിച്ചു. എന്തോ എൻ്റെ മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന് നയന വീണ്ടും പറഞ്ഞു. നീ പേടിക്കേണ്ട നയനെ, ഇതൊരു സാധാരണ ട്രിപ്പല്ലേ? മുത്തശ്ശൻ എത്രയോ തവണ പോയിരിക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യാത്രയാകുമ്പോൾ ദേവയാനിയും ആശങ്കപ്പെട്ടു. മോനെ, നീ സൂക്ഷിച്ചു പോണം. അന്ന് ദുബായിൽ പോയപ്പോഴുണ്ടായ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. അമ്മേ, അമ്മ തുടങ്ങല്ലേ? ഇതൊരു ബിസിനസ് മീറ്റിംഗ് അല്ലേ? ആദർശ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. പക്ഷേ ആദർശ് ഒരിക്കലും മുംബൈയിൽ എത്തരുത് എന്ന് നാഗേന്ദ്രൻ ഉറപ്പിച്ചിരുന്നു. അവനെ വഴിയിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യണം, അപകടത്തിൽപ്പെടുത്തണം. ആദർശ് വീട്ടിൽ നിന്നും ഇറങ്ങിയ വിവരം അവന്തിക അപ്പോൾ തന്നെ അച്ഛന് കൈമാറിയിരുന്നു. അച്ഛാ, ആദർശ് ഇറങ്ങി. ആ ഫ്ലൈറ്റിൽ തന്നെയാണ് വരുന്നത്. എല്ലാ വിവരങ്ങളും നീ പറയണം മോളെ. ചിലപ്പോൾ ഇത് അവൻ്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് നാഗേന്ദ്രൻ ഗൂഢമായി പറഞ്ഞു. അവൻ അവിടെ എത്തില്ല. ആ മീറ്റിംഗിൽ പങ്കെടുക്കില്ല. ആദർശ് ഇല്ലാതായി കഴിഞ്ഞാൽ മൂർത്തി ജ്വല്ലറി തളരുമെന്നും അതോടുകൂടെ തന്നെ തങ്ങളുടെ വിജയം ഉറപ്പിക്കണമെന്നും അവർ കണക്ക് കൂട്ടി. മുംബൈയിൽ വിമാനമിറങ്ങി ഒരു ടാക്സിയിൽ പോവുകയായിരുന്ന ആദർശിന്റെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു. നാഗേന്ദ്രന്റെ ആളുകൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. പിന്നെ ആദർശിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. സമയം അങ്ങനെ കടന്നുപോയിട്ടും ആദർശ് വിളിക്കാതായതോടുകൂടി തന്നെ നയനക്ക് ആകെ പരിഭ്രമമായി. അമ്മേ, ആദർശേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ദുബായിൽ സംഭവിച്ചതുപോലെ വല്ലതും ഇനി സംഭവിക്കോ? ദേവയാനി ആളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ റൂമിലെത്തിക്കാണില്ല. വിളിക്കുമോളെ, പക്ഷേ ആരും നിന്നെ വിളിച്ചില്ല. പിറ്റേന്ന് മീറ്റിംഗ് നടക്കുന്ന സമയം മുംബൈയിൽ നിന്ന് അമേരിക്കൻ കമ്പനിയിൽ നിന്ന് മുത്തശ്ശനെ വിളിച്ചു. നിങ്ങളുടെ MD ആദർശ് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മറ്റെല്ലാവരും എത്തി. ആദർശ് വന്നില്ല എങ്കിൽ ഞങ്ങൾ ലേലത്തിലേക്ക് നടക്കും. അത് കേട്ടതോടുകൂടി തന്നെ മുത്തശ്ശനൊന്ന് ഞെട്ടി. അവൻ ഇന്നലെ തന്നെ അവിടെ എത്തേണ്ടതാണല്ലോ. നിങ്ങളൊന്ന് അന്വേഷിക്കാമോ? പക്ഷേ ആദർശ് ആ ഹോട്ടലിലൊന്നും എത്തിയിട്ടില്ല എന്ന വിവരമാണ് അവർക്ക് ലഭിച്ചത്. അനന്തപുരിയിൽ നിന്നും വീണ്ടും ഭീതിയുടെ നിഴൽ വീണു. നയന പൊട്ടിക്കരഞ്ഞു. എൻ്റെ ആദർശേട്ടന് ഇത് എന്തുപറ്റി? എല്ലാവരും കൂടി ചതിച്ചതാണ്. ദേവയാനി മുത്തശ്ശനും ആകെ തകർന്നുപോയി. പോലീസിൽ പരാതി നൽകി. അങ്ങനെ പല വഴിയിലായി അന്വേഷിച്ചു. പക്ഷേ ആദർശ് എവിടെയാണെന്ന് മാത്രം ആർക്കും തന്നെ അറിയില്ല. സമയം കഴിഞ്ഞതോടുകൂടി തന്നെ ആദർശ് ഇല്ലാത്തത് കാരണം മൂർത്തി ജ്വല്ലറിക്ക് ആ ഒരു അവസരം നഷ്ടമായി. ജ്വല്ലറിക്കാർ അവിടെ കോൺട്രാക്ട് സ്വന്തമാക്കി. കോടികളുടെ ലാഭം അവർ കൊയ്തെടുത്തു. മൂർത്തി ജ്വല്ലറി വീണ്ടും പ്രതിസന്ധിയിലായിരുന്നു. ഇതിനിടയിൽ ജ്വല്ലറിയുടെ ബിനാമി ഡേവിഡ് ജയനെ വിളിച്ച് പരിഹസിച്ചു. നിങ്ങളുടെ ആദർശ് വന്നില്ല. കൊട്ടേഷൻ ഞങ്ങൾക്ക് തന്നെ കിട്ടി. അവൻ ഏത് വഴിക്ക് പോയെന്ന് അന്വേഷിക്ക്. ഞങ്ങൾക്ക് ഏതായാലും വലിയ സന്തോഷമായി. വീട്ടിലെ അടുക്കളയിൽ നിന്നും കഷ്ടപ്പെടുന്ന ജലജയ്ക്കും അബിക്കും ഇതൊരു ആഘോഷം തന്നെയായിരുന്നു. എടാ അബി, നമ്മുടെ സമയം തെളിഞ്ഞു. ആദർശ് മുംബൈയിലെ എവിടെയോ പോയി ഒടുങ്ങി. മൂർത്തി ജ്വല്ലറിക്ക് കിട്ടേണ്ടത് ജ്വല്ലറി അങ്ങ് കൊണ്ടുപോയി. ഇനി മുത്തശ്ശനും കൂട്ടരും കരയുന്നത് എനിക്കൊന്ന് കാണണം. ജലജയും അബിയും രഹസ്യമായി തന്നെ സന്തോഷിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആദർശ് സഞ്ചരിച്ച ടാക്സി ഒരു കൊക്കയിലേക്ക് മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്ന് വാർത്ത വന്നു. ആദർശിന്റെ ശരീരം കിട്ടിയെങ്കിലും ആ കൊക്കയുടെ ആഴം വെച്ച് നോക്കുമ്പോൾ ആരും തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പോലീസ് അറിയിച്ചു. ആദർശ് മരിച്ചതായി കണക്കാക്കാമെന്ന് വിവരം ലഭിച്ചതോടുകൂടി തന്നെ ദയന ബോധം കെട്ടി വീഴാണ്. അവളെ ആശുപത്രിയിലാക്കി. അനന്തപുരി പിന്നീടൊരു മരണ വീടായി മാറി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയ സ്ഥിതിക്ക് ആദർശിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. ആദർശിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മുത്തശ്ശനും മറ്റുള്ളവരും തീരുമാനിച്ചു. ബോധം തെളിഞ്ഞ നയനയോട് അവർ ആ ഒരു കാര്യം പറഞ്ഞു. മോളെ, ആദർശ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. നമുക്ക് ചടങ്ങുകളെല്ലാം നടത്തണം. ഇത് കേട്ടതോടുകൂടി തന്നെ നയൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. ഇല്ല ഇല്ല, എൻ്റെ ആദർശേട്ടൻ മരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും പറയരുത്. ആദർശേട്ടൻ തിരിച്ചു വരും. ആദർശേട്ടന്റെ ഒരു ചടങ്ങും ഇവിടെ നടക്കാൻ പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അവൾ ഭ്രാന്തിയെപ്പോലെ അലമുറയിട്ട് കരഞ്ഞു.
എല്ലാവരും സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോൾ അവന്തിക തന്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചു. അച്ഛ, കലയ്ക്കച്ഛ, ആ കോൺട്രാക്ട് നമുക്ക് തന്നെ കിട്ടിയെന്ന് മാത്രമല്ല ആദർശ് എന്നേക്കുമായി ഒഴിവാക്കുകയല്ലോ. ഇനി ഏതായാലും ഈ വീടൊരു മരണ വീടായിരിക്കും. നയനയുടെ കരച്ചിൽ കാണാൻ നല്ല രസമുണ്ട്. അച്ഛനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് ആ കാരണവർക്കറിയില്ലല്ലോ. അവൾ ഫോണിലൂടെ ചിരിച്ച് സംസാരിക്കാണ്. പക്ഷേ ആ ചിരി അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പിന്നിൽ മുത്തശ്ശൻ നിൽക്കുന്നുണ്ടായിരുന്നു. എടി, അപ്പോ നീ ആയിരുന്നില്ലേടി ഇതിൻ്റെ എല്ലാം കാരണം? എൻ്റെ ആദർശമോനെ ഇല്ലാതാക്കിയത് നിന്റെ അച്ഛൻ നാഗേന്ദ്രനാണല്ലേ? മുത്തശ്ശന്റെ ശബ്ദം വിറച്ചു. അവൾക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അവളെയും വലിച്ചുകൊണ്ട് അദ്ദേഹം നേരെ നാഗേന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. നാഗേന്ദ്രന്റെ മുന്നിലെത്തിയ മുത്തശ്ശൻ സർവ്വശക്തിയുമെടുത്ത് അവന്റെ കർണത്തൊന്ന് പൊട്ടിച്ചു. എടാ, ഇത്രയും കാലം നീ മനസ്സിൽ പക വെച്ച് നടക്കുമായിരുന്നു അല്ലേ? എന്റെ ആദർശനെ നീ എന്തു ചെയ്തു? അവനെ നീ അപായപ്പെടുത്തിയോ? പറയടാ, നീ ഇനി രക്ഷപ്പെടില്ല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അനുഭവിക്കും. മുത്തശ്ശന്റെ രൗദ്രഭാവം കണ്ടപ്പോൾ നാഗേന്ദ്രൻ അങ്ങ് വിറച്ചുപോയി. സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നു എന്ന ആ ഒരു നിമിഷത്തിൽ പകയും സങ്കടവും എല്ലാം ചേർന്നൊരു അഗ്നിപർവ്വതം പോലെ തന്നെ മുത്തശ്ശൻ അങ്ങ് പൊട്ടിത്തെറിക്കുമായിരുന്നു. നാഗേന്ദ്രന്റെ കർണത്ത് മുത്തശ്ശന്റെ കൈ പതിഞ്ഞതും അവിടെ ഒരു നിമിഷം നിശബ്ദത പടർന്നു. പക്ഷേ നാഗേന്ദ്രൻ തളർന്നില്ല. കവളിൽ കൈവച്ചുകൊണ്ട് തന്നെ അയാൾ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. അതേടാ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഇത്രയും കാലം നിന്റെ കുടുംബം അനുഭവിച്ച സുഖമുണ്ടല്ലോ, അതിനെ അന്ത്യം കുറിക്കാൻ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. നാഗേന്ദ്രൻ അലറിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. എടാ നീജ, എന്റെ ആദർശനെ നീ എന്തു ചെയ്തു? അവനെ കൊന്നോടാ നീ? മുത്തശ്ശൻ നാഗേന്ദ്രന്റെ ഷർട്ടിന്റെ കുത്തിനു പിടിച്ചു. നാഗേന്ദ്രൻ മുത്തശ്ശന്റെ കൈകളങ്ങ് തട്ടിമാറ്റിയിട്ട് പറഞ്ഞു. നിന്റെ ആദർശ് അവൻ ഇനി തിരിച്ചു വരില്ല. ആ കൊക്കയുടെ ആഴങ്ങളിലേക്ക് എവിടെയോ അവന്റെ അസ്ഥി പോലും കിട്ടാത്ത വിധം തന്നെ അവൻ പോയിട്ടുണ്ടാവും. എൻ ജ്വല്ലറിക്ക് ആ ഒരു കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ വഴിമാറിയേ തീരൂ. ഇത് കേട്ടതോടുകൂടി തന്നെ മുത്തശ്ശൻ ആകെ തളർന്നു പോയെങ്കിലും ആ തളർച്ച പുറത്ത് കാണിക്കാതെ അയാൾ നാഗേന്ദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നീ വിചാരിച്ചതുപോലെ തന്നെ എന്റെ കൊച്ചുമോൻ ഒടുങ്ങില്ലടാ. അവനെ കാക്കാൻ ഞങ്ങളുടെ കുലദൈവങ്ങളുണ്ട്. അവൻ തിരിച്ചു വരും, നിന്റെയൊക്കെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട്. അവന്തിക അപ്പോഴും ആകെ ഭയന്ന് വിറച്ച് നിൽക്കാണ്. മുത്തശ്ശ, എന്നെ ഒന്നും ചെയ്യല്ലേ, അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവൾ കാലി പിടിക്കാൻ നോക്കിയെങ്കിലും മുത്തശ്ശൻ പക്ഷെ അവളെ പിടിച്ചു തള്ളി. എടി, നീ ഒന്നും പറയണ്ടടി. എന്റെ വീട്ടിൽ ഉണ്ടുറങ്ങി വളർന്നിട്ട് നീ എന്റെ കുഞ്ഞിനെ തന്നെ കൊല്ലാൻ കൂട്ടുനിന്ന് നിന്നെ ഇനി ഈ വീട്ടിൽ ഞാൻ വാഴിക്കില്ല. മുത്തശ്ശൻ അവന്തികയുടെ കയ്യിൽ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പുറത്തിറക്കി. നാഗേന്ദ്രൻ അത് തടയാൻ വന്നില്ല. പകരം അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീ അവളെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ ലക്ഷ്യമേതായാലും ഞാൻ നേടിയെടുത്തു. മൂർത്തീസ് ജ്വല്ലറി ഇനി വെറും ചരിത്രം മാത്രമായിരിക്കും. ആ വെല്ലുവിളിക്ക് മറുപടി കൊടുക്കാൻ നിൽക്കാതെ മനസ്സിൽ തിളക്കുന്ന പകയുമായി മുത്തശ്ശൻ നേരെ അനന്തപുരി വീട്ടിലേക്ക് പോയി. അനന്തപുരിയിലെത്തിയപ്പോൾ എല്ലാവരും ആദർശിന്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. നയന മാത്രം മുറിയിൽ വാതിലടച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ആദർശേട്ടന് ഒന്നും സംഭവിക്കില്ലേ എന്ന്. അപ്പോഴാണ് മുത്തശ്ശന്റെ കാറ് മുറ്റത്ത് വന്ന് നിന്നത്. കാറിൽ നിന്നും അവന്തികയെ വലിച്ചഴിച്ചുകൊണ്ട് മുത്തശ്ശൻ നേരെ ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. ജയനും അജയനും ദേവയാനുമെല്ലാം തന്നെ ആകെ സ്തംഭിച്ച് എന്താണെന്നറിയാതെ ഇങ്ങനെ ഓടിവരികയാണ്. ആദർശിന്റെ യാത്രാ വിവരങ്ങളും എല്ലാം തന്നെ ഇവളാണ് ചോർത്തിക്കൊടുത്തത്. ആദർശിനെ അപകടപ്പെടുത്തിയതും ഇവളുടെ പദ്ധതിയാണ്. മുത്തശ്ശൻ പൊട്ടിത്തെറിച്ചു. ഇത് കേട്ട് അജയനെ നിയന്ത്രണം വിട്ടു. അവൻ പാഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവന്തികയെ തല്ലാൻ വേണ്ടിയിട്ട് കയ്യോങ്ങി. എടി ദ്രോഹി, എന്റെ മകനെ നീ കൊല്ലാൻ നോക്കിയല്ലേ? ജയൻ അവനെ അങ്ങ് പിടിച്ചു മാറ്റി. അവന്തിക നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്, എന്നെ കൊല്ലല്ലേ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ പറയും. ഈ ബഹളങ്ങൾക്കിടയിലേക്കാണ് നയന മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. അവളുടെ കണ്ണുകളെല്ലാം തന്നെ വല്ലാതെ ചുവന്നിരുന്നു. അവൾ നേരെ അവന്തികയുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും നയന എന്ത് ചെയ്യുമെന്ന് ഭയന്നു നോക്കി നിൽക്കുമായിരുന്നു. നയന അവന്തികയുടെ തോളിൽ അങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് വളരെ ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ തന്നെ ചോദിച്ചു. എന്റെ ആദർശേട്ടൻ മരിച്ചിട്ടില്ല എന്ന് എനിക്കുറപ്പായിരുന്നു. അപ്പോ അത് സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? നിങ്ങൾ ആദർശേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു കാണും. പക്ഷേ എന്റെ താലി ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. നയനയുടെ ആ ഒരു വാക്കുകൾ അവിടെ കൂടിയിരുന്നവർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. മുത്തശ്ശ, ആദർശേട്ടൻ മരിച്ചിട്ടില്ല, നമുക്കന്ന് അന്വേഷിക്കണം. നാഗേന്ദ്രൻ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആദർശേട്ടൻ എവിടെയോ ജീവനോടെയുണ്ട് എന്ന് നയന ഉറപ്പിച്ചു തന്നെ മുത്തശ്ശനോട് പറഞ്ഞു. ഇതേ സമയം മുംബൈ നഗരത്തിൽ നിന്നും മാറി ഒരു ഗ്രാമപ്രദേശത്തിലെ ചെറിയൊരു വൈദ്യശാല. അവിടെ ഒരു മുറിയിൽ മുറിവുകളുമായി ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. മുഖത്തും ശരീരത്തുമൊക്കെ വലിയ മുറിവുകളുണ്ട്. ആദിവാസി വൈദ്യൻ അയാളെ മുറിവുകളിൽ നിന്നും മരുന്ന് വെച്ച് കെട്ടുകയാണ്. ആ രൂപം അത് ആദർശ് തന്നെയായിരുന്നു. കൊക്കയിലേക്ക് മറിഞ്ഞ വണ്ടിയിൽ നിന്നും തെറിച്ച് കാട്ടിലേക്ക് വീണ ആദർശിനെ ആ ഒരു ഗ്രാമവാസികളാണ് രക്ഷിച്ചത്. പക്ഷേ അവന് ബോധം തെളിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ആദർശിന്റെ കൈവിരലുകൾ ഒന്നലങ്ങി. ചുണ്ടുകൾ എന്തോ മന്ത്രിച്ചു. നയനെ എന്ന പേര് ആ ഒരു നേർത്ത സ്വരത്തിൽ പുറത്തു വന്നു. അനന്തപുരിയിൽ മുത്തശ്ശൻ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഇവളെ പോലീസിൽ ഏൽപ്പിക്കാൻ വരട്ടെ. ഇവളെ വെച്ച് നമുക്ക് നാഗേന്ദ്രനെ പൂട്ടണം. ആദർശ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. മുത്തശ്ശൻ ജയനോടും അജയനോടും പറഞ്ഞു. അവന്തികയെ ഒരു മുറിയിൽ പൂട്ടാൻ തന്നെ അവർ തീരുമാനിച്ചു.
നയനയുടെ ഉള്ളിലെ പ്രതീക്ഷ ഇപ്പോൾ ഒരു അഗ്നിയായി തന്നെ മാറിക്കൊണ്ടിരുന്നു. അവൾ ആദർശിന്റെ ഫോട്ടോയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, തിരിച്ചു വരണം. വരാതിരിക്കാൻ ആദർശേട്ടന് കഴിയില്ല. അങ്ങനെ നയന ആദർശിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.